നവംബർ 15 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ആൽബർട്ട്, വിശുദ്ധ അബീബൂസ്, വിശുദ്ധ ആർണുൾഫ്, വിശുദ്ധ ഡെസിഡേരീസ്, വിശുദ്ധ എവൂജിൻ, നോളയിലെ വിശുദ്ധ ഫെലിക്സ്. വിശുദ്ധ ആൽബർട്ട് 1206 1209 കാലഘട്ടത്തിലാണ് വിശുദ്ധ ആൽബർട്ട് ജീവിച്ചിരുന്നത്. പ്രസിദ്ധനായ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ ഗുരുവാണ്. സമകാലീനർ തന്നെ മഹാനെന്ന് സംബോധന ചെയ്തിട്ടുള്ള ആൽബർട്ട് ജർമ്മനിയിലെ ബവേറിയയിൽ ലൗയിങ്ങൻ എന്ന സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പാദുവ സർവകലാശാലയിൽ അദ്ദേഹം ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞനായ അരിസ്റ്റോട്ടലിൻ്റെ കൃതികൾ പഠിച്ചു. പാദുവയിൽ പഠിക്കുമ്പോഴാണ് പുതുതായി ആരംഭിച്ച ഡൊമിനിക്കൻ സഭയിൽ അദ്ദേഹം ചേർന്നത്. ആരംഭകാലത്ത് ആൽബർട്ട് പഠനത്തിൽ പിന്നോക്കമായിരുന്നു. എന്നാൽ ഭക്തനായ യുവാവ് ദൈവമാതാവിന് തന്നെ സമർപ്പിച്ചു പഠനം തുടർന്നു. ആ ദിവ്യാംബികയുടെ സഹായത്താൽ പഠനത്തിൽ ആൽബർട്ട് വലിയ വിജയം വരിച്ചു. സാർവത്രിക വിജ്ഞാന ഡോക്ടറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫ്രീബുർഗ്, റാറ്റിസ്ബൺ, പാരീസ്, കോളോൺ എന്നീ സ്ഥലങ്ങളിൽ ആൽബർട്ട് അധ്യാപനം നടത്തി. പ്രകൃതിശാസ്ത്രത്തിലെ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ തത്വശാസ്ത്രത്തോട് പൊരുത്തപ്പെടുത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സംക്ഷേപം എന്ന ഗ്രന്ഥത്തിൽ പ്രകൃതിശാസ്ത്രം, തർക്കം, സാഹിത്യം, ഗണിതം, ജ്യോതിശാസ്ത്രം, സന്മാർഗശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രമീമാംസ, വൈശേഷികം എന്നീ വിഷയങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. 20 വർഷം കൊണ്ടാണ് അത് എഴുതി തീർത്തത്. ഗ്രീക്ക് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം ആരംഭമിട്ടു. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ യുക്തി എങ്ങനെ പ്രയോഗിക്കാമെന്ന് അദ്ദേഹം വിശദമാക്കി. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വിശുദ്ധ തോമസ് അക്വീനസ് ആ പഠനം ഏറെക്കുറെ പൂർത്തിയാക്കി. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ആൽബർട്ടിനുണ്ടായിരുന്ന ഭക്തി അന്യാദൃശ്യമായിരുന്നു. വിനീതനായ ആൽബർട്ടിനെ ദൈവം ഡൊമിനിക്കൻ പ്രൊവിൻഷ്യ മൂലം 1260 റാറ്റിസ്ബണിലെ മെത്രാനായി ഉയർത്തി. 1264 ലിയോൺസിലെ സുന്നകദോസിൽ ദൈവശാസ്ത്രജ്ഞനെന്ന നിലയിൽ പങ്കെടുത്തു. സുന്നകദോസിന് പോരുന്ന വഴിക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അക്വിനസ് മരിച്ചുവെന്ന് കേട്ടിട്ട് ആൽബർട്ട് 71ാമത്തെ വയസ്സിൽ പാരീസിലേക്ക് മടങ്ങി. വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ വിമർശകർക്ക് തക്ക മറുപടി നൽകി. വിശുദ്ധ ആൽബർട്ടിൻ്റെ പ്രത്യേക ശ്രദ്ധയുടെ ഫലമായാണ് വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ കൃതികൾ നശിപ്പിക്കപ്പെടാതിരുന്നതും തുടർന്ന് അവ സാർവത്രികമായി സ്വീകരിക്കപ്പെട്ടതും. ആൽബർട്ട് വിനീതനായ ഒരു ഡൊമിനിക്കനായി എന്നും ജീവിച്ചു. കാൽനടയായിട്ടാണ് യാത്രകളെല്ലാം ചെയ്തത്. ശിശുസഹജമായ വിശ്വാസവും ദൈവസ്നേഹവും ദരിദ്രരോടുള്ള സ്നേഹവും അദ്ദേഹത്തിൽ സുതരാം വിരാജിച്ചു. 74ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1931 ഡിസംബർ 6 പിയൂസ് 11 മാർപ്പാപ്പ ആൽബർട്ടിനെ വിശുദ്ധനും വേദപാരംഗതനുമായി പ്രഖ്യാപിച്ചു. ശാസ്ത്രജ്ഞന്മാർ, വൈദ്യശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ, പ്രകൃതിശാസ്ത്രം, തത്വചിന്തകൾ, സ്കൂൾ കുട്ടികൾ, ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ എന്നിവരുടെയെല്ലാം രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ ആൽബർട്ടിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. ദൈവസ്നേഹം, പാവപ്പെട്ടവരുള്ള പ്രത്യേകമായ സ്നേഹം, വിശുദ്ധ കുർബാനയോടുള്ള അതീവ ഭക്തിയും വിശ്വാസവും എന്നിവ ഗുണങ്ങളാൽ നിറഞ്ഞ വിശുദ്ധ ആൽബർട്ടെ ഈ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും പ്രത്യേകം അനുഗ്രഹിക്കുവാൻ പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.